ആ പടത്തിലെ എല്ലാ പാട്ടുകളും ജോൺസണും കൈതപ്പുറം കൂടി ചേർന്നിട്ടുള്ള ഹിറ്റ് സോങ്ങുകളുടെ പരമ്പരയിൽപ്പെട്ട പാട്ടുകളാണ്. എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. ഈ ഒരു മൈനാകപ്പൊന്മുടി എന്ന പാട്ട് ചെയ്യുന്ന സമയത്ത് ജോൺസൺ ചോദിച്ചു എൻ്റെ അടുത്ത് എങ്ങനെയാണ് സത്യം തുടങ്ങുന്ന പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു താൻ മ്യൂസിക് ചെയ്തോ ഹമ്മിങ് എന്നോ എങ്ങനെ വേണേ എടുത്തോ, ഞാനത് എങ്ങനെ വേണമെങ്കിൽ തുടങ്ങിക്കോളാം. അപ്പോൾ ജോൺസൺ പറഞ്ഞാൽ അത് ഒരു ആദ്യ ഷോട്ട് എങ്ങനെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയ സമയത്ത് മനസ്സിൽ തോന്നിയിരുന്നത് ഈ ജയറാം കുറേ പേരുടെ തല മുട്ടയടിച്ചിട്ട് ആ മുട്ടയടിച്ച തലകളിൽ കളഭം ചന്ദനം പൂശുന്ന ഒരു ദൃശ്യത്തിൽ നിന്ന് ആരംഭിക്കാമെന്നാണ്. കുറേ മുട്ടത്തലകൾ നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അത് ജോൺസനെ എനിക്ക് തോന്നുന്നു ഇൻസ്പയർ ചെയ്തെന്ന് തോന്നുന്നു. ആ പാട്ടിൻ്റെ തുടക്കം അത്തരം ഒരു താളക്കൊഴുപ്പോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. അത് വളരെ മനോഹരമായിട്ട് വേണുഗോപാൽ പാടിയിട്ടുണ്ട്. വിഷുക്കണിക്കൊന്ന പോലും കാലിൽ പൊൻപൂവണിഞ്ഞു തൂമഞ്ഞും പൊന്മുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി. അന്നൊരു ബന്ദ് നടക്കുന്ന സമയമാണ്, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ബന്ദ് നടക്കുന്ന സമയമാണ്. അപ്പോൾ സാധാരണ അറിയപ്പെടുന്ന സ്റ്റുഡിയോയിലൊന്നും അല്ലാതെ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന AVM ചെട്ടിയാരുടെ സണ്ണിൻ ലോയുടെ സ്റ്റുഡിയോയിലാണ് നടക്കുന്നത്. ആരും കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ പാട്ടിൻ്റെ ലൈനപ്പൊക്കെ ആയി. ഞങ്ങൾ ഏതാണ്ട് പാടാനായിട്ട് ഏതാണ്ട് സമയമായപ്പോൾ വെളിയിൽ ഒരു ബന്ധനുകൂലികൾ കല്ലെറിഞ്ഞ് അതിൻ്റെ കണ്ണാടി വെളിയിൽ പൊട്ടിച്ചു. അങ്ങനെ അന്ന് റെക്കോർഡിങ് നിന്നു. ഞാൻ തിരിച്ചു പോയി. ഇനി വിളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വേറൊരു ദിവസം വീണ്ടും ഇതിൻ്റെ റെക്കോർഡിങ് വെച്ച് അങ്ങനെ വന്ന് പാടിയതാണ് മൈനാക പൊന്മുടിയിലും പള്ളിത്തേരുണ്ടോ എന്നുള്ള പാട്ട്. മണിവീണ തന്തികളിൽ മോഹത്തിൻ നീലാംബരികൾ തെളിയുന്നു മായുന്നു. ആതിര പെണ്ണാളിൻ മണിവീണ തന്തികളിൽ മോഹത്തിൻ നീലാംബരികൾ തെളിയുന്നു മായുന്നു. ദശപുഷ്പം ചൂടുമ്പോൾ ദശപുഷ്പം ചൂടുമ്പോൾ മനമുണരും കളമൊഴി തൻ കരളിൽ കുളിരലയിൽ ഇന്ന കൈലി കൈലാടുന്നു കൈവളകൾ. മഴവിൽക്കാവടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സസ്നേഹം ഷൂട്ട് ചെയ്യേണ്ടി വന്നു. കോട്ടയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ടും ബാലേന്ദ്രമേനോൻ ആ സമയത്ത് തിരക്കുള്ള ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം എൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത്. അപ്പം അത് ആ സമയത്ത് കൃത്യമായിട്ട് തുടങ്ങേണ്ടി വന്നു. അപ്പോൾ സോങ് റെക്കോർഡ് ചെയ്യാനുള്ള സമയം നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പാട്ട് കമ്പോസ് ചെയ്തത് പോലും ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ടാണ്. ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ജോൺസൺ അവിടെ വരികയും PK ഗോപിയാണ് ആ പാട്ട് എഴുതിയത്. PK ഗോപിയും രണ്ടുപേരും ഇവിടെ കോട്ടയത്തൊരു ഹോട്ടൽ റൂമിൽ നിന്നിട്ടാണ് അതിൻ്റെ കമ്പോസിങ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു ഈ പാട്ട് വേണുഗോപാൽ പാടിയാൽ മതി, പിന്നെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്കല്ലേ പാട്ട് കിട്ടേണ്ടേ ഉള്ളൂ. റെക്കോർഡ് ചെയ്തൊക്കെ ജോൺസൻ്റെ ഇഷ്ടപ്രകാരം ജോൺസൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഷൂട്ടിംഗ് ഏതാണ്ട് തീരാറാവുന്ന സമയത്താണ് പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അത് കേട്ടിട്ട് അതിലെ വിഷ്വൽസ് ലിറിക്ക് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യേണ്ടതല്ല, അതിലെ വിഷ്വൽസ് അല്ലാതെ തന്നെ ഈ സീക്വൻസുകളാണ്. ആ സീക്വൻസുകളുടെ പുറത്ത് പിന്നെ ഈ പാട്ട് കാരിയോർ ചെയ്യുകയാണ് ചെയ്തത്. മൂകം വിതുമ്പും നേരം താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ഈ സസ്നേഹത്തിൻ്റെ കോൾ എനിക്ക് ജോൺസേട്ടൻ്റെ ഇൻചാർജ് വിളിച്ച് പറയുമ്പോൾ എനിക്ക് ആകാശവാണിയിൽ ലീവ് തീരെ കിട്ടാൻ സാധ്യതയില്ലാത്ത സന്ദർഭത്തിലാണ് വരുന്നത്. എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ക്ഷമാപണത്തിനായിട്ട് സത്യേട്ടനെ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ ചെല്ലാൻ പറ്റിയില്ല സത്യേട്ട, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ സത്യേട്ടൻ പറഞ്ഞു ആ പാട്ട് ഇതുവരെ എടുത്തിട്ടില്ല, അതുകൊണ്ട് വേണു ജോൺസനെ വിളിച്ച് ജോൺസണും കൂടെ സൗകര്യമുള്ള ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്ത് പാടുക എന്ന് പറഞ്ഞു. അത് അത്രമാത്രം സപ്പോർട്ടീവായിരുന്നു സത്യേട്ടൻ. തീരെ ഓർക്കാപ്പുറത്തുള്ള ഒരു സ്റ്റേറ്റ് അവാർഡായിരുന്നു അതിന് കിട്ടുന്നത്.
അമൽക്കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി തളിച്ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നൻ കാതിൽ